അല്ലെങ്കിൽ പൊട്ടിച്ചു തരും. ഒച്ചെടുത്ത് പുറത്തുള്ളവരെ അറിയിക്കണ്ട. പണക്കാരനായ ഭർത്താവിരിക്കെ ഭാര്യ കെട്ടുതാലി പണയം വെച്ചു എന്നറിഞ്ഞ അതിന്റെ നാണക്കേട് നിങ്ങൾക്കാ. മീനാക്ഷി, മീനാക്ഷി നന്ദിനിയുടെ വീട്ടിൽ താമസിക്കുന്നത് സൂക്ഷിക്കണം. മീനാക്ഷി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്തയാരാണെന്ന് ഇപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ല. കൂട്ടുകാരിയെ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഇനി അത് അവള് പറയത്തുമില്ല. അങ്ങനെ വിചാരിക്കാം. പക്ഷേ ഈ സത്യം മറ്റെവിടുന്നെങ്കിലും ലീക്ക് ഔട്ടായി നന്ദിനിയുടെ ചെവിയിലെത്തിയാൽ, എടാ ഇത്തിരി മെലിഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, പുലി പുലി തന്നെയാ. 5 ഫിംഗേഴ്സിന്റെ സ്വഭാവം നിനക്കറിയാലോ. അവളുമാര് ജനിക്കാൻ പോകുന്ന ആ കൊച്ചിന്റെ പിതൃത്വം തെളിയിച്ചിട്ടേ ഇവിടുന്ന് പോകൂ. കൊച്ചിനും തള്ളയ്ക്കും ചെലവിന് കൊടുക്കാനുള്ള കാശ് ഇപ്പോഴേ ശമ്പളത്തിന് എടുത്ത് മാറ്റി വെച്ചേക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ കേസിൽ എനിക്ക് താല്പര്യമില്ല, അതാദ്യം തന്നെ പറഞ്ഞേക്കാം. ഞാൻ ഈ വൃത്തികേടിനൊക്കെ കൂട്ടുന്നത് നിനക്ക് വേണ്ടിയാ. അല്ലയോ മഹാത്മാവേ, ദാനധർമ്മിഷ്ഠ, അങ്ങ് ഇപ്പോഴത്തെ ഈ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് പറഞ്ഞ? അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം. എങ്ങനെ? അതൊന്നും നടക്കില്ല. മീനാക്ഷിയെ നന്ദിനി ഇറക്കി വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്വതവേ ഈച്ചയും ചക്കരയും പോലെ രണ്ടും. ഇപ്പൊ പോരെങ്കിൽ ഗർഭിണിയും. നന്ദിനി തന്നെ ഇറക്കി വിടണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇറക്കി വിടാൻ വേറെ പല വഴികളും ഉണ്ട്. ആ വഴി ഒന്ന് പറഞ്ഞതാ എന്റെ മോനെ. എടാ, അവരിപ്പോ താമസിക്കുന്ന ഒരു വാടക വീട്ടില്. ആ സ്ത്രീയെ ചെന്നൊന്ന് കാണണം. കടമുറികളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു തറ പാർട്ടിയാ. ഞാൻ അന്വേഷിച്ചു. അവരോട് ഇക്കാര്യങ്ങളൊന്നും നന്ദിനിയോ അമ്മയോ പറഞ്ഞു കാണത്തില്ല. നമ്മൾ ചെല്ലുന്നു, സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. എടാ വിട്, നീ ആ കൊച്ചിന്റെ തന്ത നല്ല പറയാൻ പോകുന്നത്. മീനാക്ഷിയെ മാക്സിമം കരുതി വെച്ച് കാണിക്കണം. പിഴച്ചുപോയ ഒരു പെണ്ണിനെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ ഹൗസ് ഓണർ സമ്മതിക്കുമോ? ഇല്ല. അഥവാ സമ്മതിച്ചാൽ തന്നെ വേറെ നമ്പറുണ്ട്. നാട്ടുകാരെ ചിലരെ കൂട്ടി ഒരു കുപ്പിയും വാങ്ങിക്കൊടുത്ത് വീട്ടിലോട്ട് വിടും. ഒരു ബഹളം. പിഴച്ച പെണ്ണിനെ ഇറക്കി വിടാൻ ഒരു പ്രകടനം, മുദ്രാവാക്യം. കുടിച്ച കള്ള ഇറങ്ങുമ്പോഴേക്കും അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും. സമ്മതിച്ചു. ചക്കര കുട്ടൻ കൊടുകൈ. നിനക്കപ്പ ബുദ്ധിയുണ്ട്. ബുദ്ധിയുണ്ട്, പക്ഷെ ഇത് കുരുട്ടു ബുദ്ധിയാ. ആ പെണ്ണിന്റെ ശാപം ഇനി ഞാനും കൂടെ ചുമക്കേണ്ടി വരും. നിന്നെ പോലെ നല്ല ചങ്ങാതിമാരെ കിട്ടിയാ ഇതല്ല ഇതിനപ്പുറം അനുഭവിക്കേണ്ടി വരും. അപ്പോ നമ്മൾ ഹൗസ് ഓണറെ മീറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ വീണ്ടും സൂപ്പർ സ്റ്റാർ 2.